ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കുട്ടനാടൻ സ്റ്റൈലിൽ താറാവ് റോസ്റ്റാണ്. അപ്പം അതിന് വേണ്ടി 1/2 കിലോ താറാവ് നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ല നാടൻ താറാവ് ഇറച്ചി റെഡിയാക്കി കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബേസിക് ഇൻഗ്രീഡിയൻസ് ആയ ചില്ലി, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി, കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് വറ്റൽമുളകും നമ്മുടെ ഗരം മസാല പാക്കറ്റിൽ വരുന്ന തക്കോലം, ഗ്രാമ്പു, ഏലക്ക, കറുവേല, പെരുംജീരകം എല്ലാം കൂടിയിട്ട് ഒന്നുകൂടെ ഒന്ന് കൂട്ടിട്ട് അത് മൂത്ത് വരുമ്പോഴത്തേക്ക് വേറെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരിഞ്ഞ് വെച്ച് കറി ചേർക്കാം. വാടി വരുന്ന ഒരാൾക്ക് വെയിറ്റ് ചെയ്യാം. മാർബിൾസായ ഷോട്ടുകൾ കിട്ടുന്നില്ല. ഓക്കെ, പച്ചമുളകും നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ മൂത്ത് വരുന്ന സമയത്തേക്ക് നമ്മൾ ചുവന്ന ഉള്ളി, ചെറിയ ഉള്ളി ഇറക്കി കൊടുക്കണം. ചെറിയ ഉള്ളിയാണെങ്കിൽ നമ്മൾ റോസ്റ്റിനൊക്കെ നമ്മൾ ചെറിയ ഉള്ളിയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. കോഴിയാണെങ്കിലും താറാവാണെങ്കിലും റോസ്റ്റുകൾക്ക് നമ്മളെപ്പോഴും ചെറിയ ഉള്ളി കിട്ടാറുണ്ട്. ഉള്ളിയും പച്ചമുളകും വേപ്പിലും എല്ലാ സാധനവും കൂടെ മിക്സ് ചെയ്ത് അങ്ങോട്ട് നല്ലോണം വഴണ്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ ഉള്ളിയും സാധനമൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അത് മല്ലിപ്പൊടി ചേർത്ത് വേണം, മഞ്ഞൾപ്പൊടി, നമ്മൾ ഗരം മസാല പൊടിച്ചാണ്, കുരുമുളക് പൊടിച്ച് വെച്ചിരിക്കുന്നത്. കുരുമുളക് ഇട്ടാണ് നമ്മൾ ഇതിനകത്ത്. ഇതാണ് കുരുമുളക് സ്പെഷ്യലാണ് സാധനം. കുരുമുളകാണ് കൂടുതൽ, മുളക് പൊടിയൊന്നും നമ്മൾ ചേർക്കുന്നില്ല. കുരുമുളക് കുത്തി നേരെ റോസ്റ്റ് ചെയ്ത് എടുക്കുന്നൊരു പ്രക്രിയയാണ് ഈ റോസ്റ്റ്. കുട്ടനാട് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ തന്നെ കുരുമുളകാണ് അതിൻ്റെ മെയിൻ ഐറ്റം. അപ്പം കുട്ടനാട്ടിൽ നമ്മൾ വയ്ക്കുന്ന, നമ്മുടെ ആലപ്പുഴയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വയ്ക്കുന്ന പച്ച കുരുമുളക് അരച്ചാണ്. പച്ചക്കുളക് കുരുമുളക് കിട്ടാതില്ലാത്തതുകൊണ്ട് നമ്മൾ ഉണക്ക കുരുമുളക് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു മാത്രം. അതിന് പിന്നെ മസാല എല്ലാം കൊണ്ടൊന്ന് റോസ്റ്റ് ചെയ്യണം. മസാല ഇങ്ങനെ റോസ്റ്റായി വരുമ്പോഴത്തേക്ക് വെയിറ്റ് ചെയ്യണം. മസാല റോസ്റ്റായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കും. പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കും, നേരെ ഇളക്കുക. ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ഗ്രേവി പരുവത്തിന് ഇറച്ചി വെച്ച് ആ ഇറച്ചിയുടെയും ആ ഉള്ളൊരു ഉള്ളിയുടെയൊക്കെ പരുവത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ആ വെള്ളം തിളയ്ക്കുന്ന ഒരാൾക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്യും. അതായത് ഇങ്ങനെ ഈ പരുവത്തിൽ കിട്ടും, മനസ്സിലായി. എന്നാൽ കൂടുതൽ വെള്ളമില്ല, എന്നാൽ വെള്ളം അത്യാവശ്യം ഉണ്ട്. ആ പരുവത്തിൽ നിന്ന് കിട്ടണം. കാരണം നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർക്കാനുള്ളൂ. അപ്പോഴത്തേക്ക് ഒരുപാട് വെള്ളം ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു സെമി ഗ്രേവി പരുവത്തിലെടുക്കുന്നു, മനസ്സിലായി. ഒരുപാട് ഗ്രേവി ഉണ്ടല്ല, എന്നാലും അത്യാവശ്യം ഗ്രേവി പരുവത്തിൽ എടുക്കുന്ന രീതിയിലൊരു പ്രിപ്പറേഷൻ. താറാവ് കഴുകി റെഡിയാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ ഗ്രേവി സെറ്റായി വരുമ്പോഴത്തേക്ക് നമുക്കിവനെ അതിലേക്ക് ഇട്ടു. അപ്പോൾ എന്താ, ആ ഗ്രേവി തിളച്ച് കഴിയുമ്പോഴത്തേക്ക് താറാവ് കഴുകി വെച്ചിരിക്കുന്ന 1/2 കിലോ താറാവ് നേരെ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു 40-50 മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ താറാവ് പതുക്കെ കുക്കാവുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാലും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വയ്ക്കാം. അപ്പം ഗ്രേവി എപ്പോഴും നമ്മൾ, കാരണം നല്ലോണം 50 മിനിറ്റ് വേണ്ട, കാരണം ഗ്രേവി എപ്പോഴും ആ പരുവത്തിന് വേണ്ടി സെറ്റ് ചെയ്യണം. അതുകൊണ്ട് ഗ്രേവി തീരെ കുറഞ്ഞ് വറ്റിപ്പോകുന്നൊരവസരം എത്തും. അപ്പം അതുകൊണ്ട് 40-50 മിനിറ്റ് താറാവ് കിടന്ന് വേകാനും പാകത്തിനുള്ള ഗ്രേവി നമ്മൾ സെറ്റാക്കി വെച്ചേക്കണം. അതുകൊണ്ട് കഴിഞ്ഞ് ബാക്കി നമുക്കുള്ള ഗ്രേവി സെറ്റ് കുറുകിപ്പോയാലും നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് ബാക്കി ഗ്രേവി നമുക്ക് റെഡിയാക്കി എടുക്കാം. നമ്മുടെ ഗ്രേവി അതൊക്കെ കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറുകി വരുന്നുണ്ട്. നല്ലോണം പറ്റിയൊരു, നമ്മൾ ഒരുപാട് റോസ്റ്റ് ആക്കുന്നില്ല, ഒരു അത്യാവശ്യം ഗ്രേവി പരുവത്തിനെടുക്കുന്നു. അത് ഇനിയും കുറുകാനുണ്ട്. കുറച്ചുകൂടെ കുറുകി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് പറ്റിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. പറ്റി വരുന്നത് നമ്മുടെ താറാവ് പറ്റി വരികയാണ്. അതൊക്കെ കുറുക്ക് വലുത്തേക്ക് വരികയാണ്. ആ സമയത്ത് നമുക്ക് ഇച്ചിരി ഗരം മസാല ആഡ് ചെയ്യാം.
മസാല അടിയായിട്ട് ഒന്നുകൂടെ കുറുകട്ടെ. അത് കഴിഞ്ഞ് വേണം നമുക്ക് തേങ്ങാപ്പാലിലേക്ക് കിടക്കാനായിട്ട്. ഗ്രേവി കുറുകി വരുമ്പോഴത്തേക്ക് തേങ്ങാപ്പാൽ കട്ടിപ്പാലിൽ അത് ഒഴിക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഈ തേങ്ങാപ്പാലിലേക്ക് ഇടുന്നത് കുറുകണം. അപ്പോഴാണ് നമ്മൾ കറക്റ്റ് ഗ്രേവി പരിപാടി. ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് കൂടെ കുക്കാകുമ്പോഴത്തേക്ക് നമുക്ക് ഗ്രേവി സെറ്റായി. അപ്പം നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഇങ്ങനെ ഇളക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടെ അതിൻ്റെ കൂടെ ഉണ്ടാകും. കറിവേപ്പില അത്യാവശ്യം കൂടുതലിടണം കേട്ടോ. കറിവേപ്പില എത്ര എടുത്താലും നല്ലതാണ്. പിന്നെ ലോ ഫ്ലെയിമിൽ കിടന്ന് പറ്റുമ്പോഴത്തേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി പറ്റി ഈ കുരുമുളകും പാലൊക്കെ ചേർന്ന് നല്ല കിടിലൻ സെറ്റപ്പിലായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ താറാവ് കറി. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക.